ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം. വായിച്ചോളൂ സഹോദരി. 1 സങ്കീർത്തനം 1, 2, 3. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അമേൻ. താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ കർത്താവെ കുറിവാക്യത്തിനായി നന്ദി പറയുന്നു. ഞാൻ വായനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. കർത്താവെ, ഞാൻ സംസാരിക്കുവല്ല, എൻ്റെ കർത്താവ് സംസാരിപ്പിക്കണം. മനുഷ്യന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂതുകൾ എന്ന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണം. ഇനിയും യാത്രയിൽ ഇരിക്കുന്നവരുണ്ട്, കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പച്ച നീ കൂട്ടി വരുത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കർത്താവ്, യൂട്യൂബിലും ഒക്കെ കാണുന്നവരെയും എല്ലാവരോടും കർത്താവ് സംസാരിക്കണമേ. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം, കാണാപ്പാഠം പഠിക്കുന്നതല്ലേ നമ്മളിപ്പോൾ കൊച്ചുങ്ങളെ. 21 സങ്കീർത്തനം കഴിഞ്ഞ 91:1 നമ്മൾ പഠിപ്പിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ഗാഡ്. ആമേൻ. ഇത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സഹോദരി നമ്മളെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. 2021 അവസാനത്തിലോട്ട് നമ്മൾ എത്തി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കൊറോണ വന്നുപോയി, പലവിധമായ അപകടങ്ങൾ വന്നുപോയി. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. കൊറോണ വന്ന് മാത്രമല്ല, അല്ലാതെയും ഒക്കെ പ്രതികൂലങ്ങൾ വന്നു. ഇന്നിപ്പോഴും ചില ആശുപത്രിയിലായിരിക്കുന്നവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും പോറ്റി പുലർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു സ്തോത്രം പറഞ്ഞ നന്ദി കർത്താവേ. ഡിസംബർ ഞങ്ങൾ കാണുമെന്ന് ഞങ്ങൾ ഓർത്തതല്ല കർത്താവേ, പ്രൈസ് ലോർഡ്. ആമേൻ. എങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കുക. എല്ലാവർക്കും 2022 കുറിച്ച് പ്ലാനുകൾ എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും കിട്ടുകയാണ്. ചിലർ പിന്നെ എന്ത് 2022, ഞാൻ പഴയ ശങ്കരൻ തെങ്ങുമേ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാലും ചിലരെങ്കിലും തെങ്ങെ തന്നെയാണ് വർഷങ്ങളായിട്ടെങ്കിലും തെങ്ങേന്ന് ഇറങ്ങണം എന്ന് ആലോചിക്കുന്ന കുറച്ച് ആൾക്കാർ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തെങ്ങേന്ന് ഇറങ്ങാനുള്ള പ്ലാനുകൾ വിട്ടുകൊണ്ടിരിപ്പുണ്ടാവും. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു പുതിയ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ 2022 വെച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നില്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ. തീരുമാനങ്ങൾ എത്ര പ്രാവശ്യം നമ്മൾ തന്നെ തെറ്റിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, കർത്താവെ എന്നെ ഇതൊന്ന് ചെയ്യാൻ സഹായിക്കണേ. ഇപ്പൊ ചിലർ പറയും എന്തായിരിക്കും? ആർക്കെങ്കിലും ഉണ്ടോ? പറയാനുണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? സന്തോഷമായിരിക്കും കേട്ടോ കേൾക്കെ. വണ്ണം കുറയ്ക്കണമെന്നോ നടക്കാൻ പോണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തോട്ടൊന്ന് പ്രാർത്ഥിക്കാനിരിക്കണം, 2 ദിവസം ഉപവസിക്കണം എന്നെങ്കിലും ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വിഷയം കർത്താവ്, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പ്ലാൻ ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാനും ഈ പഴയ ശങ്കരന്റെ ആളാ. പക്ഷേ ദൈവകൃപയാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ദൈവസേന ഇരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ചിലതൊക്കെ മാറ്റണം. ഹല്ലേലൂയ. എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വിഷ് ലിസ്റ്റ് ഞാനൊരു 7 എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ. എന്തിനാണെന്നറിയോ? വേറൊന്നുമല്ല, നിങ്ങളോട് ദൈവം സംസാരിച്ച, ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ അതാ പറഞ്ഞേ, നമ്മൾ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ജീവനോടെ നിലനിർത്തിയിട്ട് ഇത്രയും മഹാമാരികളും ഒക്കെ വന്നു പോയിട്ട് കാലാവസ്ഥയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു അല്ലെ? മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഭൂമി ഉരുക്കവും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും, ഇതിനിടയ്ക്ക് കൊറോണയും, ഇപ്പൊ ഒമിക്രോൺ വന്ന് നിൽക്കുന്നു, പിന്നെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്നു പോയില്ലേ നാട്ടിൽ. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ നിർത്തിയിട്ട് ദൈവത്തിന് ചിലത് പറയാനുണ്ടെന്നേ. നീ ഇതുപോലെ പഴയതുപോലെ പോവാനല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കുറച്ച് വിഷയങ്ങൾ പറയുക. 2022 മോർ ലവ്. കർത്താവെ, അല്പം കൂടെ സ്നേഹിക്കാൻ, ദൈവത്തെ, മനുഷ്യരെ, ശത്രുക്കളെ വരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശിഷ്യന്മാരായിട്ട് സ്തോത്രം. അയലോകത്തുള്ള ഒരുത്തൻ നമ്മളെ ഒന്ന് പയ്യെ ഒന്ന് തോണ്ടിയേച്ച് പോയാൽ പിന്നെ അവൻ മുടിഞ്ഞു പോകണമെന്ന നമ്മുടെ പ്രാർത്ഥന അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ പൊളിറ്റിക്സ് കളിക്കുന്നവർ, അവന്റെ പരിപാടി ദൈവം തീർക്കട്ടെ, വരുന്ന വഴിക്ക് വല്ല ഫണ്ട് ഇടിച്ചിട്ടാണേലും വേണ്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടോ? അല്പം കൂടെ സ്നേഹമുള്ള ഒരു പൈതലായിട്ട് ദൈവം നമ്മളെ മാറ്റട്ടെ. മോർ ഡിസേൺമെന്റ്, അല്പം കൂടെ വിവേചനം. ഒത്തിരി ദുരുപദേശം കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചല്ലോ, കുറച്ച് ദുരുപദേശങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ.
അല്ലെ? അങ്ങോട്ട് റിലീസ് ചെയ്യുക പണമൊക്കെ നിങ്ങളുടെ പോക്കറ്റിലോട്ടും അക്കൗണ്ടിലോട്ടും. ദുരുപദേശം പരന്നു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരല്പം കൂടെ വിവേചന ബുദ്ധി തരണമേ. ഞാൻ കേൾക്കുന്ന വചനത്തെ വിവേചിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കൃപ തരണമേ. മോർ കമ്പോഷൻ. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ പതറിപ്പോകുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർത്താവ് കുറച്ചും കൂടി ഒരു ഉറപ്പ് തരണേ. ഇതൊക്കെയാ ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചേ, അല്പം കൂടെ ഉറപ്പ്. ആമേൻ. ഇന്നലെ ഒരു വ്യക്തി ഞങ്ങളെ കാണാൻ വന്നിരുന്നു കേട്ടോ, ഒരു PhD കാരിയാണ്. ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിനെ കുറിച്ചും സാമ്പത്തികം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചും ജോലി എങ്ങനെ, അടുത്ത ചുവടുകൾ നിങ്ങൾ എങ്ങനെ വയ്ക്കണം, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും വന്നല്ല, വന്ന് ഭയങ്കര ഉപദേശമായിരുന്നു. ഒരു പഞ്ചാബി സ്ത്രീയാണ്. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞിങ്ങനെയാണ്, എന്തുവാ, കാം സീസ് നെവർ മേക്ക് എ ഗുഡ് സെയിലർ. വളരെ ശാന്തമായ കടൽ ഒരിക്കലും ഒരു നല്ല നാവികനെ ഉണ്ടാക്കത്തില്ല. ഏറ്റവും കൂടുതൽ കോളുകൾ കണ്ട ഒരു നാവികനായിരിക്കും ഏറ്റവും മിടുക്കനായ ഒരു നാവികൻ. ഏറ്റവും മിടുക്കനായി ഹല്ലേലൂയ ഒരു കപ്പലെ നയിക്കുന്ന ഒരു കപ്പിത്താൻ എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും അധികം കൊടുങ്കാറ്റുകൾ കടലിൽ അനുഭവിച്ചവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അനേക കൊടുങ്കാറ്റുകൾ അടിക്കട്ടെ. അത് മാറിപ്പോവാനല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്തുവാ? ഉറപ്പ്, മോർ കമ്പോഷർ, ഒരു ശാന്തത, മനസ്സിന്റെ ഒരു ഉറപ്പും ശാന്തതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. മോർ വിസ്ഡം. ദൈവമേ അധികം ജ്ഞാനത്തെ തരണം. എന്തിനാ? ദൈവത്തെക്കുറിച്ച് അറിയാൻ. ദൈവത്തെക്കുറിച്ച് അറിയുന്നതാ ജ്ഞാനം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം കേട്ടോ. പിന്നെ കുറച്ചും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. റിന്യൂഡ് പ്രയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം പുതുക്കണം, വചനധ്യാനം പുതുക്കണം. എനിക്ക് കുറച്ചുപേരെ ഞാൻ വളരെ സൂക്ഷിച്ചും വളരെ എന്താ പറയാന്നറിയാമോ, ഞാൻ വളരെ മാക്സിമം ഒതുക്കിയാ ഞാൻ എൻ്റെ അന്യഭാഷ പറയുന്നത്. കുറച്ചുപേര് അതിനെ വിമർശിക്കുമെന്ന് എനിക്കറിയാം, കുറച്ചുപേര് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, വചനത്തിൽ എഴുതിയിട്ടുണ്ട് അന്യഭാഷ ഏറ്റവും കൂടുതൽ പറയണം. പക്ഷെ അത് വിവേചിച്ച് വ്യാഖ്യാനിച്ച് പറയാൻ ആളില്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ആത്മവർദ്ധനം ഉണ്ടാവും, കേൾക്കുന്നതിനുള്ള ആത്മവർദ്ധനം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. വചനം പറഞ്ഞേക്കുന്നേ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാവോ? അന്യഭാഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ 2022 ഇതുവരെയായിട്ടും അന്യഭാഷ കിട്ടാത്തവരാണെങ്കിൽ അന്യഭാഷ ഒരു വരം തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കണം. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴല്ലോ നമ്മുടെ ഭാഷ മതിയാവത്തില്ല, അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റണം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് അന്യഭാഷ ഇതൊന്നും തന്നിട്ടുണ്ട്, പക്ഷെ അന്യഭാഷയ്ക്ക് വ്യാഖ്യാനം കൂടെ എനിക്ക് തരണം. സോ ദാറ്റ് എനിക്ക് മീറ്റിങ്ങിലേക്ക് ഇരുന്ന് അന്യഭാഷ പറയാലോ. എന്തുവാ? അതിന് വ്യാഖ്യാനമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. 2022 ഒരു പുതിയ പ്രാർത്ഥനാ വിഷയം ഉണ്ടോ നിങ്ങൾക്ക്? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കത്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുണ്ടോ? എനിക്കത് പ്രാർത്ഥിക്കണം, എനിക്കിത് പ്രാർത്ഥിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഞാൻ ഇരിക്കുന്നത്, ദൈവമേ ഒത്തിരി പേര് വരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. നമ്മളുടെ രാവിലത്തെ പ്രയർ മീറ്റിംഗ് ഒരുപാട് പ്രയർ വിഷയം, ഞങ്ങൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്ക് തീരുന്നില്ല കേട്ടോ. ഏകദേശം 60 കുടുംബങ്ങളോളമായി വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞ രോഗികളെ സൗഖ്യമാക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കും രോഗികളെ സൗഖ്യമാക്കണം. പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തിയുള്ളവർ, ഓട്ടിസം ബാധിച്ചവർ. ഇതിനൊന്നും ഇതുവരെയും ആരും സൗഖ്യമാക്കിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ലാസറിനെ ഉയർപ്പിച്ചവൻ, മരിച്ച് 4 ദിവസമായതിനെ ഉയർപ്പിച്ചവന് അല്പം ഒരു നെർവ്സിന് പ്രശ്നമുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പറയാൻ കൊള്ളത്തില്ല, പിരി ഒക്കെ ഇത്തിരി ഇളകിയിരിക്കാന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെ കുറിച്ച്. പക്ഷെ അവരനുഭവിക്കുന്ന ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ചിന്ത, ചെറിയൊരു ഞരമ്പിന് ചെറിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ചില സെല്ലുകളുടെ പ്രശ്നം, ചില ജനറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, എല്ലാത്തിനെയും എന്റെ യേശു ജീർണിച്ചതിനെ ഉയർപ്പിക്കാൻ ശക്തനാണെങ്കിൽ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുവാൻ ശക്തനാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. സാക്ഷ്യം പറയണോ? ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ, മനസ്സിലോട്ട് ഞാൻ കയറിക്കോട്ടെ. 2022 ബലം പ്രാപിക്കാൻ വേണ്ടി 3 ആഴ്ച മുന്നേ ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു പ്രാർത്ഥനാ വിഷയം വന്നു. എന്തായിരുന്നു അറിയാവോ പ്രാർത്ഥനാ വിഷയം? നമ്മുടെ നാട്ടും പുറത്ത്, ഞാൻ അത്രേ പറയുന്നുള്ളൂ, നമ്മുടെ നാട്ടും പുറത്ത്, എറണാകുളം ജില്ല എന്ന് ഞാൻ പറയാം, പക്ഷെ എറണാകുളം പട്ടണത്തിലല്ല, നമ്മുടെ നാട്ടും പുറത്ത് ഒരു ഗ്രാമത്തിലെ ഒരു ഡോക്ടറുടെ ഭവനത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു 22 വയസ്സുകാരൻ സ്വർഗരതിക്കാരനായി മാറിപ്പോയതിന്റെ പ്രാർത്ഥനാ വിഷയം. ആ കുടുംബം തകർന്നു. അവർക്കൊന്നിനും കഴിയുന്നില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഭാര്യയും മക്കളുമുള്ള മറ്റൊരു പുരുഷനുമായ ഒരു പ്രണയബന്ധം. ആ വ്യക്തിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്നും പറഞ്ഞു വീട്ടിൽ പ്രശ്നം. ക്യാൻ യു ജസ്റ്റ് ബിലീവ് ഇറ്റ്? നിങ്ങൾക്കത് വിശ്വസിക്കാനാകുന്നുണ്ടോ? നമ്മുടെ നാട്ടും പുറത്തൊരു ഗ്രാമത്തിൽ ഇത് സംഭവിച്ചത്. പണ്ടല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ദേവദാസനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പേരൊക്കെ മാറ്റി ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലിസ്റ്റിലിട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ ഞങ്ങൾ വിഷയം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ടോ, വീട്ടിൽ വയലന്റ് ഉപദ്രവം തുടങ്ങി. മാതാപിതാക്കളെ ഉപദ്രവം തുടങ്ങി. ഒരു പെങ്ങളും ഉണ്ട്, പ്രായപൂർത്തിയായ ഒരു പെങ്ങളുണ്ട്. സ്തോത്രം. ഉപദ്രവം തുടങ്ങി. ആകെ പ്രശ്നമായി. മാനസിക ആശുപത്രി കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ബോധം കെടുത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും, കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും. ആ ലെവലുള്ള മരുന്ന് കൊടുത്തിട്ടേക്കുക.
പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കേട്ടത്, അവൻ കുടുംബമായി പള്ളി വന്നു, മാതാപിതാക്കളെ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ ഇതുവരെ സ്വർഗ്ഗരതിയെക്കുറിച്ച് അവൻ സംസാരിച്ചിട്ടില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ജനറ്റിക്കലായിട്ടും മാനസികമായിട്ടും നമ്മുടെ തലമുറകളെയും കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദേശത്തിലെ അന്ധകാര പോരുകളോട് യുദ്ധം ചെയ്ത് ജയിക്കുവാനുള്ള കൃപ നിങ്ങൾ ചോദിച്ചു വാങ്ങുമോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രജു സഹോദരി ഇവിടെ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. എന്തുവാ? മിനിസ്ട്രിയെ കുറിച്ച്. അപ്പൊ ഞാൻ പലരെയും ചിന്തിക്കുമായിരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, റെജു മിനിസ്ട്രിയെ കുറിച്ചാ പറഞ്ഞേ. ഇന്ന് ഇത്രയും പേരെ കേൾക്കുക ആ സഹോദരി വിളിച്ചു പറഞ്ഞു. എന്തുവാ? ഒരു പക്ഷേ ഒരു സുവിശേഷ ഒരു ദൈവവേലയായിരിക്കാം, ഒരു ശുശ്രൂഷ ആയിരിക്കാമെന്നാ പറഞ്ഞു. മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദേശത്തെക്കുറിച്ച്, നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെയും മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു വിളിയുണ്ടെങ്കിൽ അതൊരു മിനിസ്ട്രിയാ, അതൊരു ദൈവവേലയാ. എന്താ കാര്യം? പ്രാർത്ഥിക്കേണ്ട സമയം ഏറ്റവും അധികമാ. ഈ വൃത്തികെട്ട കാര്യങ്ങൾ നമ്മുടെ ദേശത്തിലോട്ട് വരെ വന്നിരിക്കുന്നു. പലരും ഇത് പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പല ഭവനങ്ങളിലും ഭയപ്പെട്ടിരിക്കുക, നാളെ ഞാൻ എങ്ങനെ കല്യാണം ആലോചിക്കും എന്റെ കുഞ്ഞിനെന്ന് ഓർത്ത്. നിങ്ങളുടെ പ്രാർത്ഥന ദേശത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കുടുംബങ്ങൾക്ക് സൗഖ്യമേകും. ഇതൊന്നും ഒരു ശുശ്രൂഷയായിട്ട് കർത്താവ് 2022 എന്റെ കർത്താവിന് വേണ്ടി എന്റെ ദേശത്തോട്, എന്റെ കുടുംബത്തോട്, എന്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയോട്, എന്റെ കസിൻസിനോട്, എന്റെ സഹോദരങ്ങളുടെ മക്കളോടൊക്കെ പോരടിക്കുന്ന ദുഷ്ടപിശാചിനെ ജയിക്കുവാനുള്ള ഒരു പുതിയ ശക്തി 2022 എനിക്ക് പകരണമേ എന്ന് ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾക്കുണ്ടോ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആഴ്ചകളുണ്ട് കേട്ടോ, ഇനിയും ഉണ്ട്. പ്രാർത്ഥന ലിസ്റ്റ് ദൈവസന്നിധിയിലിരുന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി എഴുതി വെച്ച് മുൻപോട്ട് പോകുവാൻ, 2022 ചില പുതിയ ദൈവിക പദ്ധതികളെ കാണുവാൻ, ചില പുതിയ ദൈവിക പദ്ധതികളിലോട്ട് കാലെടുത്ത് വയ്ക്കുവാൻ വിശ്വാസത്തോടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കാവോ? ആമേൻ, മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. എന്നെ നന്നായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഞാൻ സംസാരിക്കും. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ആമേൻ. കർത്താവേ, അങ്ങ് സംസാരിക്കണമേ. 2022 കുറിച്ച് തന്നെ നമ്മൾ 3 ആഴ്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട, ഇന്ന് തന്നെ തുടങ്ങാം. എന്തുവാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമുള്ള നടത്തം നിർത്തണം. നമുക്കറിയാം, നമുക്ക് 3-ാമത്തെ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വിലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തക്ക സമയത്ത് ജോലി, തക്ക സമയത്ത് കല്യാണം, തക്ക സമയത്ത് കുഞ്ഞുങ്ങൾ, തക്ക സമയത്ത് വരുമാനം, തക്ക സമയത്ത് വീട്, തക്ക സമയത്ത് കാറ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയൊക്കെ ഇരിക്കും ഞങ്ങൾ. എങ്ങനെ? ഭയങ്കര സന്തോഷം. എന്റെ കർത്താവ് വീട് തന്നു, കാറ് തന്നു, ആരോഗ്യം തന്നു, കുഞ്ഞുങ്ങളെ തന്നു, അത് തന്നു, ഇത് തന്നു, എല്ലാം ഉണ്ട്. ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ, സ്തോത്രം. ഒന്നും ഇല്ലാത്തവരുണ്ട്, ആരോഗ്യം പോലും ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ മുകളിലുണ്ടായിരുന്നു. ആമേൻ. പെട്ടെന്ന് മുൻപോട്ട് പോവാം. ദുഷ്ടന്റെ ആലോചന പ്രകാരം. പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവൻ പോകുന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ സിസ്റ്റം, ദ ഹോൾ സിസ്റ്റം, ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ബ്യൂറോക്രസി, ഇവിടുത്തെ ഉദ്യോഗസ്ഥര്, സകലതും, ഇവിടുത്തെ ഡെമോക്രസി എന്ന് നമ്മൾ വിളിക്കുന്ന ജനാധിപത്യം പോലും. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ജനാധിപത്യം നമ്മൾ പറയണ്ടല്ലോ, എന്തുവാ? ജനങ്ങള് ആണ് ആധിപതിയെ തീരുമാനിക്കുന്നത്, അല്ലേ? അത് ദൈവത്തിന്റെ പദ്ധതി അല്ല കേട്ടോ. ജനാധിപത്യം, ഡെമോക്രസി ദൈവത്തിന്, നമ്മളുടെ ദൈവത്തിന്റെ വിഷയം ദൈവം ചെയ്യുന്ന എന്നാന്നറിയാവോ? തിയോക്രസി. ദൈവം രാജാവായിരിക്കുന്നതാണ് നമ്മുടെ ബൈബിളിലെ കോൺസെപ്റ്റ്. തിയോക്രസി, ദൈവമായിരിക്കണം ഒരു രാജ്യത്തിന്റെ രാജാവ്. ആമേൻ. അവിടെ നിൽക്കട്ടെ. ഈ ഡെമോക്രസിക്ക് പോകുമ്പോൾ വേറൊരു പ്രശ്നം ഞാൻ പറയട്ടെ. നമ്മുടെ ദേശം ഡെമോക്രസിയാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേശത്തില് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ നമുക്ക് നല്ലതായിട്ടെല്ലാം ചെയ്തു തരാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ എത്ര ദിവസം ക്യൂ നിൽക്കണം, എത്ര ദിവസം കയറി ഇറങ്ങണം, ഒരു പേപ്പറും കൊണ്ട്, ഒരു അപേക്ഷയും കൊണ്ട്. പ്രോപ്പർ ഫോർമാറ്റ് ആണെങ്കിലും പ്രോപ്പർ ആളുകളുടെ കൈ കൊടുത്താൽ പോലും കയറി ഇറങ്ങണം. പിന്നെ നിങ്ങൾ എന്തുവാ ആധിപത്യം എന്ന് വിളിക്കുന്നേ? നമ്മൾ എന്തുവാ ആധിപത്യം എന്ന് പറയുന്നേ? കയ്യും കാലും പിടിച്ച് കോഴയും കൊടുത്ത്, അല്ലെ, കൈക്കൂലിയും കൊടുത്തേച്ച് നമ്മൾ പറയുക ജനാധിപത്യമാണ്. ഇതിലും ഭേദമല്ലായിരുന്നോ വല്ല ബ്രിട്ടീഷുകാരനോ വല്ല രാജ്ഞിയൊക്കെ ഭരിച്ച, അല്ലെങ്കിൽ വല്ല രാജാവൊക്കെ ഭരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന, നല്ലതെന്ന് ഞാൻ സമർത്ഥിക്കുകയല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു തന്നെന്നറിയാവോ? ഇത് ജനാധിപത്യമാണെങ്കിലും ദുഷ്ടന്റെ സിസ്റ്റമാ. എന്റെ ദൈവമില്ലാത്തതൊക്കെയും ദുഷ്ടന്റെ സിസ്റ്റമാ. പ്രൈസ് ദി ലോർഡ്. അത് ദുഷ്ടന്റെ ആലോചന പ്രകാരം ഈ ലോകം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ കാരണം, ആ ഒരു സമയത്ത് വചനം പറയുക, അവന്റെ ആലോചന പ്രകാരം നടക്കാതെ. ഞാൻ നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയല്ല കേട്ടോ. പക്ഷേ സിസ്റ്റങ്ങൾ പലത് കാണും. പക്ഷെ ദൈവത്തിന്റെ മകന്റെ പ്രത്യേകത എന്നറിയാവോ? അവൻ ദുഷ്ടന്റെ ആലോചനയെ അവൻ കൈക്കൊള്ളത്തില്ല.
പാപി, ഞാൻ പെട്ടെന്ന് പോകും, അവിടെ നിന്ന് ഞാൻ നിൽക്കത്തില്ല. പാപികളുടെ വഴി നിൽക്കരുത്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പോകുന്നത് മുഴുവൻ പാപികളുടെ വഴിയല്ലേ? എവിടെ ചെന്നാലും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഒരു കള്ളം പറഞ്ഞോ, അവിടെ ആ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇന്ന വിഷയം എന്ന് പറയണം. എന്തിനാ? അയ്യോ, പാസ്പോർട്ട് കിട്ടാൻ. നമുക്ക് കള്ളം പറയിപ്പിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലേ? നേരാമണ്ണം ജീവിച്ചാൽ ഒരു സാധനവും സാക്ഷനാവത്തില്ല. ചില ഉടായ്പ് കാണിച്ച് ഇച്ചിരി കൈക്കൂലിയൊക്കെ കൊടുത്താൽ എല്ലാം റെഡിയാവും. പരിഹാസിയുടെ ഇരിപ്പിടം. കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കാണിച്ചല്ലോ, വചനത്തെ പരിഹസിക്കുന്ന ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച പൊക്കി എന്റെ മൊബൈലിൽ നിന്ന് കാണിച്ചത് ഓർക്കുന്നുണ്ടോ? ഗോൾഡൻ സ്പോൺസറും ഡയമണ്ട് സ്പോൺസറും കാണിച്ചത് ഓർമ്മയുണ്ടോ? സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുക, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടുത്തെ ദേവാലയങ്ങൾ എന്തോ ചെയ്യുന്നേ? നിങ്ങൾ ഞങ്ങളുടെ പള്ളിക്ക് പൈസ തരൂ, നിങ്ങളുടെ പേര് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയാം, നിങ്ങളുടെ പേര് ഞങ്ങൾ ടിവിയിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം ഓടുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പേര് എഴുതി കാണിക്കും, നിങ്ങളുടെ പോസ്റ്ററും ബാനറും ഞങ്ങൾ വലിച്ചൊട്ടിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ 1-ാം നൂറ്റാണ്ടിലും ശിഷ്യന്മാരുടെ കാൽക്കൽ സകലതും വിറ്റ് ജനങ്ങൾ പൈസ കൊണ്ട് വച്ചായിരുന്നു കേട്ടോ. അവരുടെ ഒന്നും പേരെടുത്ത് വിളിച്ചു പറയാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല അവർ ചെയ്തത്, വിളിച്ച് പറഞ്ഞതും കൊണ്ടല്ല ചെയ്തത്, ബാനർ വലിച്ച് കെട്ടിയിട്ടല്ല. പ്രിയമുള്ളവരെ, പൈസയും കൊണ്ട് വന്ന 2 പേരുടെ കാര്യം എഴുതിയിട്ടുണ്ട്, ഒരു അനന്യാസിന്റെയും സഫീറയുടെയും കാര്യം, പിന്നെ ഒരു ആഭിചാരകനായ ശിമയോന്റെയും കാര്യം. 2 പേർക്കും ദൈവത്തിൽ നിന്ന് കിട്ടിയത് നന്മയല്ല. ഇവിടെ നമ്മൾ പറയുക, നിങ്ങൾ പൈസ കൊണ്ടുപോകാം, നിങ്ങളുടെ പേര് ഞങ്ങൾ പൊക്കി പിടിച്ചേക്കുക, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുമെന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുന്നവനെ പൊക്കി പിടിക്കുന്ന ഈ മോക്കറിയുടെ കാലഘട്ടം എന്തുവാ? പരിഹാസിയുടെ കാലഘട്ടം. എന്തുവാ പരിഹസിച്ചേ? ദൈവത്തിന്റെ വചനത്തെ പരിഹസിക്കുന്നു. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ക്രിസ്മസ് വരിക. ഇവിടത്തെ ക്രിസ്മസ് വരുമ്പോ ലോകത്ത് യേശു ഇല്ല കേട്ടോ. ക്രിസ്മസ് പപ്പ പോലും അധികം ഇല്ല, സാന്റാക്ലോസ് പോലും കുറച്ചൊക്കെ ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ കാണുന്നുള്ളൂ. ഇവിടെ സീസണൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഞാനത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ക്രിസ്മസ് എന്ന് പോലും പറയാൻ ഇവിടുത്തെ റേഡിയോക്കാർ തയ്യാറല്ല, ഇവിടുത്തെ പത്രങ്ങൾ തയ്യാറല്ല. ഇവിടെ എല്ലാവരും ക്രിസ്ത്യൻ രാജ്യമെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഈ രാജ്യത്തിലെ ആളുകൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാവോ? ഹാപ്പി സീസണൽ ഗ്രീറ്റിംഗ്സ്. സീസണൽ ഗ്രീറ്റിംഗ്സ്. പ്രൈസ് ദി ലോർഡ്. വിന്റർ വന്നു, അതിന്റെ കൂട്ടത്തിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മരം വെട്ടി വയ്ക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ക്രിസ്തു ഇല്ല കേട്ടോ. ഒരിടത്ത് പോലും എൻ്റെ യേശുവില്ല. സാന്റാക്ലോസ് ഉള്ളിടത്ത് പോലും യേശുവില്ല. യേശുവിനെ മറന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമ്മൾ കാലുകൾ വിലക്കണം. ഇതിനിടയ്ക്കുണ്ടല്ലോ നമ്മളെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടർ, അവർ മാത്രമാണ് ക്രിസ്മസിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് നന്മയോ തിന്മയോ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ക്രിസ്തു ജനിച്ചതിനെ മറ്റൊരു രീതിയിൽ എന്തുവാ പറയുന്നേ? ക്രിസ്തുവിനേക്കാളും വലുതായിട്ട് ക്രിസ്തുവിനെ ജനിപ്പിച്ച അമ്മയെയും അപ്പനെയും കാണുന്ന സമൂഹമൊക്കെ ആയിട്ട് കൈകോർത്തുകൊണ്ടാ ഇവിടുത്തെ പല വേർപെട്ട സഭകളും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എനിക്കറിയത്തില്ല. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ആമേൻ. പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ. ഞാൻ പറഞ്ഞു അങ്ങനെന്നറിയാവോ? ദൈവപൈതലെ 2022 ഒരു വേർപാട് നിനക്ക് വേണം. അടുത്ത പക്ഷേ നമുക്ക് ഇന്നത്തെ മെയിൻ പോയിന്റ് ഞാൻ ഇത്രയും പറഞ്ഞ അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുവാ അടുത്ത വാക്യം? 2-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2022 നമ്മൾ തീരുമാനിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും 1 അധ്യായം ബൈബിൾ വായിക്കും. പല വർഷങ്ങളായിട്ട് തീരുമാനിച്ചല്ലേ. ബൈബിളിന്റെ എത്ര പുസ്തകം വായിച്ചു തീർത്തു? പകുതി തീരേണ്ട സമയം, നമ്മുടെ ആയുസിന്റെ നമ്മുടെ പ്രായമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ എടുത്ത തീരുമാനം കൂടെ വെച്ച് നോക്കിയാൽ ബൈബിൾ 15 പ്രാവശ്യമെങ്കിലും വായിച്ചു തീരേണ്ട സമയം കഴിഞ്ഞു. ഒരു ദിവസം 1 അധ്യായം വെച്ച് വായിച്ചുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം 1 അധ്യായം വെച്ച് വായിച്ചാലെങ്കിലും ബൈബിൾ പലവട്ടം വായിച്ചിടേണ്ട സമയം കഴിഞ്ഞു. തീർന്നോ? എത്ര പേര് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ വായിച്ചിട്ടുണ്ട്? അയ്യോ സ്വോത്രം. പുതിയ നിയമങ്ങളും വായിച്ചവരുണ്ടോ? അത് നമ്മുടെ ഞാൻ അതൊന്നും നിങ്ങളെ കുറ്റം പറയാനോ അത് വായിച്ചവരും എടുക്കരാന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. പക്ഷെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നീ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം, ഒരു പക്ഷെ തീരുമാനമൊക്കെ എടുത്ത് നല്ല കാര്യം, ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒറ്റ കാര്യമായി ചോദ്യം, നീ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ആർ യു ഡിലൈറ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്? നീ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? നീ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പ്രത്യേകതയുണ്ട്. നിന്റെ വചനത്തിൽ എപ്പോഴും ദൈവവചനം ഉണ്ടായിരിക്കും. നീ ഇന്ന് വായിച്ചില്ലെങ്കിൽ പോലും നിന്റെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കും. നീ രാവിലെ എണീറ്റ് ഇങ്ങനെ തുറന്നൊരു വായന വായിച്ചിട്ട് പോയാലും നിന്റെ ഹൃദയത്തിൽ ഒരു ദൈവവചനമില്ല. നിന്റെ മുമ്പിൽ ഒരു പ്രതികൂലം വന്നാലും ഒരു പ്രലോഭനം വന്നാലും നിന്നെ ആ വചനം നിന്നെ ഒരു രീതിയിലും തൊടന്നില്ലല്ലോ.
ഒരു രീതിയിൽ നിന്നെ ഗൈഡ് ചെയ്യുന്നില്ലല്ലോ. ഒരു സംസാരം വായ വരുമ്പോ വിലക്കുന്നുണ്ടോ നിന്റെ വചനം? നീ വായിച്ചത്, ഇത്ര വർഷങ്ങൾ കേട്ടതും പ്രസംഗത്തിലും പല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായ വചനം അല്പമെങ്കിലും നിന്നോട് വാദിക്കുന്നുണ്ടോ? നിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? നിന്നെ നയിക്കുന്നുണ്ടോ? എന്താ വ്യത്യാസം എന്ന് അറിയാമോ? യു ആർ നോട്ട് ഡിലൈറ്റിംഗ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട് വായിക്കാത്തോണ്ടോ കുഞ്ഞ്? ആമേൻ. സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് പകരം നമുക്ക് സന്തോഷം എന്നറിയാമോ? നമ്മൾ 2 അന്യഭാഷ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്കൊരു പാട്ട് പാടി ഞായറാഴ്ച വന്ന് ഇന്ന് നമുക്ക് നല്ലൊരു വർഷിപ്പ് ദൈവം തന്നു അല്ലെ? ഞാൻ ആ വാക്ക് ഞാൻ തിരുത്തി പറയാം. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. നമുക്കല്ല വർഷിപ്പ് തരുന്നത്, നമ്മൾ ദൈവത്തിന് വർഷിപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ എന്താ അങ്ങനെ വാക്ക് പറയാൻ കാരണം എന്നറിയാവോ? നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നവരും അത് മാത്രമല്ല, നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഒത്തിരി ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ പുറകെ നമ്മൾ അറിയാതെ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് നല്ലൊരു ആരാധന ദൈവം തന്നു. അവിടെ ഞാൻ ആരാധിച്ച ദൈവത്തെയാ. പക്ഷെ നമ്മൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നേ. പക്ഷെ അങ്ങനെ നമ്മൾ പാടിയ പാട്ടനായിരുന്നു, ഒരു യോഗ്യതയും ഒരു മാന്യതയും പറയാനില്ലപ്പാ, നിന്റെ കൃപ ഒന്ന് മാത്രമാ. ഇവിടെ നിന്ന് ഈ വചനമൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, എന്റെ ദൈവമേ, ചങ്ക് പൊട്ടിക്കൊണ്ടാട്ടോ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്നേ. ഒരു യോഗ്യതയും ഇല്ല പറയുള്ളവരെ, ഒരു യോഗ്യതയും ഇല്ല. നിങ്ങളെക്കാളൊക്കെ പാപിയാന്ന്. അത് വലിയ പാപം. നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടൊന്നും അല്ല ഈ പാപം എന്നുള്ള ബോധം വരേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 2 കൊലപാതകം ചെയ്ത് വന്നൊരാൾ സാക്ഷ്യം പറയുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കൊലപാതകം രക്ഷിച്ചു. എടാ, നീ അതേപോലത്തെ പാപിയത് നീ തിരിച്ചറിയാത്തോണ്ടാ നിനക്ക് വലിയ സന്തോഷം തോന്നുന്നേ. അവനും നിനക്കും ഒരേപോലത്തെ നരകമായിരുന്നു വിധി. നമ്മളെല്ലാവരും തെറ്റിപ്പോയിരുന്നു, നമ്മളെല്ലാം പാപികളായിരുന്നു. അത് ഓർക്കുമ്പോഴാ കർത്താവേ, ഞാൻ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ഈ ചുണ്ടക്കാരനെ പോലെ അല്ലെന്ന് പരീശൻ പറയുന്ന ആ പരീശത്വം നിറഞ്ഞ ചില ചിന്തകൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ടാ നമ്മുടെ പാപത്തെ നമ്മൾ തിരിച്ചറിയാത്തത്. എനിക്ക് നരകം മാത്രമേ യോഗ്യതയുള്ളൂ. ഇപ്പോഴും യേശുവിന്റെ രക്തം മാറ്റി നിർത്തിയാൽ. ഞാൻ വീണ്ടും പറയാം, അപകടം വരാതിരിക്കാൻ തെളിക്കാനും, രോഗം വരാതിരിക്കാൻ തെളിക്കാനും, രാത്രി ഉറങ്ങുമ്പോൾ പിശാചിന്റെ സ്വപ്നം വരാതിരിക്കാനും പുരട്ടാനുള്ളതല്ല യേശുവിന്റെ രക്തം. ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ച രക്തം. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? ദൂതന്മാർ കാവലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ കോട്ടയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ അത്ര പറയുന്നുള്ളൂ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ അപകടമൊക്കെ രക്ഷിക്കുന്നത് അതിനല്ല യേശു മരിച്ചെന്ന്. യേശു മരിച്ചത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനാ. അതാ രക്തത്തിന്റെ വില. ഓക്കെ, അവിടെ നിൽക്കുന്നില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ഓ കൃപ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചാൽ, ഒരൊറ്റ കഥ പറഞ്ഞോട്ടെ. നമ്മൾ രാവിലെ ഒരു മിഷണറിയെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. ആ മിഷണറി വനിതയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കൊച്ചേടും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. അവര് ജയിലിലായി, ആ സഹോദരൻ മരിച്ചൊക്കെ പോയി. ഡാർലിൻ ഡേബ്ലർ, ഞങ്ങളുടെ പേര് മറന്നു, ഡാർലിൻ ഡേബ്ലർ എന്നായിരുന്നു അവരുടെ പേര് കേട്ടോ. ആ സഹോദരി അവിടെ 100-500 പേർക്ക് ഒരുമിച്ച് ഡിസെൻട്രി ഒക്കെ പിടിച്ചു. കുറെ പേര് മരിച്ചുപോയി. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുക. അപ്പൊ ഇവർക്ക് ഒത്തിരി ഉണ്ട്. ഞാനൊന്നും കഥകളൊന്നും പറയുന്നില്ല. അപ്പൊ പട്ടി ഇറച്ചി തിന്ന കഥയും അതിനു പോലും വിലക്ക് വന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പട്ടിണിയും ഉപദ്രവവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ റൈസ് ഉണ്ടാക്കിയിട്ട് അതിനെ പുറത്ത് പഞ്ചസാര ഇട്ടിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു ദിവസം ഇവർക്ക് ഈ ലൂസ് മോഷൻ വന്നായിരുന്നു, ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. അന്നേരം അത് പറഞ്ഞു, അപ്പൊ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇത് കഴിക്കാൻ ജാടയാണെങ്കിൽ ഇന്നു മുതൽ നിനക്ക് പഞ്ചസാര പോലും ഇല്ലാത്ത വെറും ചോറ് തരും എന്ന് പറഞ്ഞു. അവർക്ക് പിന്നീട് മനസ്സിലായി ഇവർ രോഗിയാവണ്ട കഴിക്കാത്തതെന്ന്. തീരെ വയ്യാതിരിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, അതൊക്കെ ഞാൻ വിടുകയാണ്. എനിക്ക് ഇന്നിപ്പോൾ സംസാരിക്കണം തോന്നുന്ന ഒറ്റ കാര്യം, അവര് പിറ്റേ ദിവസം അവർക്ക് എന്ത് കൊടുത്തു എന്നറിയാമോ? മറ്റൊരു വിഭവം കൊണ്ട് കൊടുത്തു. ഒരു പ്രത്യേക വിഭവമാണ്, വെച്ചും കൂടെ നല്ലതാ. അവർക്ക് വയ്യാത്തോണ്ട് കരുണ തോന്നി കൊടുത്താന്ന് ഓർത്ത് ഇവരത് എടുത്തു. നോക്കിയപ്പോൾ അവിടെ ഹൃദയം തുടിക്കുവാൻ ഇടയായി തീർന്നു. എന്നാന്നറിയാമോ? സ്തോത്രം. തേങ്ങ ചിരണ്ടിയിട്ടിട്ടുണ്ട് അതിന്റെ പുറത്ത്. അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം അവർക്ക് ചിരണ്ടിയ തേങ്ങ, ഫ്രഷ് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവേ, ഇന്ന് പഞ്ചസാര മാറ്റിയ ചോറാണേലും വളിച്ചതും പഴയതുമായ ഒരു സാധനമാണ്, പക്ഷെ അതിന്റെ പുറത്ത് എനിക്ക് തേങ്ങാപ്പീര കിട്ടിയല്ലോ എന്ന് പറഞ്ഞ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. അവരതും കയ്യിലെടുത്തുകൊണ്ട് കഴിക്കാൻ വേണ്ടി ഇച്ചിരി വെളിച്ചത്തിരുന്ന് കഴിക്കാൻ തോന്നി. വെളിച്ചത്തോട്ട് നീങ്ങി ചെന്നപ്പോഴാ അത് തേങ്ങ ചിരണ്ടിയിട്ടതല്ലായിരുന്നു പ്രിയമുള്ളവരെ, അത് നുളയ്ക്കുന്ന പുഴുക്കളായിരുന്നു. അവർ ഹൃദയം തകർന്നു പോയി. എല്ലാം കൊണ്ടും ദൈവത്തിന് വേണ്ടി ഇവരെ അടിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പേഴ്സിക്യൂഷനെ കുറിച്ച് ഞാൻ ഒത്തിരി വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. പേഴ്സിക്യൂഷനെ ഓർത്ത് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഒത്തിരി ഒന്നും പറയാൻ എനിക്ക് കൊള്ളത്തില്ല, എന്നാലും ഞാൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. ആമേൻ. കർത്താവിന് വേണ്ടി മരിക്കാൻ നടക്കുന്നവരെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, പക്ഷെ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ പാടിയ പോലെ കർത്താവിന് ഒന്ന് പറയാൻ പോലും യോഗ്യതയില്ല, പിന്നെയാണ് കർത്താവിന് വേണ്ടി മരിക്കാന്നൊക്കെ പറഞ്ഞ സ്തോത്രം. ഈ പുഴുക്കളെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ സംഘം തകർന്നു പോയി. പക്ഷെ അവർ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, അവർ നോക്കിയപ്പോൾ കുറച്ച് അവിടെ ഈച്ചയുടെ ശല്യമൊക്കെയാ ഭയങ്കര, അതാണല്ലോ ഈ അസുഖം വരുന്നേ. അവിടെ കുറച്ച് പൂമ്പാറ്റകൾ പറന്നു വന്നു. ദൈവം അയച്ചിട്ടെന്ന പോലെ പൂമ്പാറ്റകൾ വന്ന് കുറച്ച് പുഴുക്കളെ തിന്നുന്നത് ഇവർ കണ്ടു. സ്തോത്രം. പൂമ്പാറ്റകൾ, അത് എന്ത് രീതിയിലുള്ള പൂമ്പാറ്റ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പൂമ്പാറ്റ തേനെ കുടിക്കാറുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത്രയും മനോഹരങ്ങളായ ഈ ജീവജാലങ്ങൾ ഇതിനെയും കൊണ്ട് പുലരുന്നുണ്ടെങ്കിൽ, അവർക്ക് സൗന്ദര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എനിക്കും അത് കഴിക്കാൻ ദൈവം കൃപ തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ഭക്ഷണം അവർ കഴിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞെന്താണെന്നറിയാവോ? അവരുടെ ഭക്ഷണം, അവർക്കേറ്റ ഉപദ്രവം, അവർക്ക് വന്ന നഷ്ടങ്ങൾ അവരുടെ ദൈവവചനത്തിലുള്ള ഡിലൈറ്റ് എടുത്തു മാറ്റിയില്ല. വചനത്തിലുള്ള സന്തോഷത്തെ അല്പം പോലും ബാധിച്ചില്ല. അവർ അതിനുശേഷവും സ്തുതിഗാനങ്ങൾ പാടിക്കൊണ്ട ജയിലിൽ കിടന്നു. ആമേൻ. നമുക്ക് കേൾക്കാൻ സന്തോഷം എന്താണെന്നറിയാമോ? അവരുടെ ടോർച്ചിന്റെ ബാറ്ററി തീർന്നില്ല എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാം കൂടെ രാവിലെ മീറ്റിംഗിനിടയ്ക്ക് സ്വത്രം ബാറ്ററിയുടെ ടോർച്ച് പട്ടാളക്കാർ പിടിച്ചോണ്ടും പോയില്ല, ടോർച്ചിലെ ബാറ്ററിയും തീർന്നില്ല. സ്വത്രം. ആമേൻ. അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ, സന്തോഷിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേക കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ വായിച്ചപ്പോൾ 2 കാര്യം കണ്ടേ. ഞാനൊന്ന് പെട്ടെന്ന് തൊട്ട് പൊക്കോട്ടെ. എന്നാന്നറിയാവോ? ഒന്ന്, ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ആറ്റിനകത്ത് നട്ടിരിക്കുന്ന വലിയ വൃക്ഷത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അത് ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല, 3-ാം വാക്യം ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല. പക്ഷെ ഈ 2 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഞാൻ ടച്ച് ചെയ്യുക. ഒന്ന് കാണുന്നു, നീ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും നീ ചെയ്യുന്നതൊക്കെയും സാധിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവേ, എനിക്ക് അതൊന്നും ചെയ്ത് സാധിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിനക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ പറയുന്നവർക്ക് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ പോലും പ്രിയ ദൈവ പൈതലേ, എന്റെ കുഞ്ഞെ, ദൈവത്തിന്റെ കുഞ്ഞെ, ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കുക. 2 കാര്യമുണ്ട്. ഒന്ന്, നീ ദുഷ്ടന്റെ വഴിയിൽ നടക്കരുത്. നിനക്ക് നോ പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, നീ മാറി നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാ നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ കണ്ടേ. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ യെസ് പറയേണ്ട ചില കാര്യമുണ്ട്. എന്തുവാ? നീ ദുഷ്ടന്റെ പരിപാടികളെല്ലാം നോ പറഞ്ഞു. നീ ലോകത്തോട്, നീ ശത്രുവിനോട്, പിശാചിനോട്, ജഡത്തോടൊക്കെ നോ പറയുന്ന കൂട്ടത്തിൽ നീ യെസ് പറയേണ്ട കാര്യമാണ് ദൈവവചനം. ദൈവത്തോട് നീ യെസ് പറയണം. അപ്പോഴാ നിന്റെ ഫലം കായ്ക്കത്തുള്ളൂ. നീ ഫലം കായ്ക്കത്തുള്ളൂ. 2022 സകല പൈശാചികത്തോടും രോഗത്തോടും ജഡത്തോടും എല്ലാം നോ പറഞ്ഞേച്ച് അടുത്തൊരു സ്റ്റെപ്പിൽ ദൈവത്തോട് യെസ് പറയാൻ നിങ്ങൾ തയ്യാറാണോ? പലരും ലോകത്തോടൊക്കെ നോ പറഞ്ഞവരാ കേട്ടോ. ഞാൻ വ്യക്തമായി പറയാം. പലരും വിശുദ്ധരായിട്ട് വെള്ളടിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിന് പോകുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് പള്ളി വരുന്നു, നിങ്ങൾ ജഡത്തിലൊന്നും ആശ്രയിക്കുന്നില്ല. രോഗങ്ങളൊക്കെ വന്നാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോലും പോകാത്ത ആൾക്കാരായിരിക്കും. പിന്നെ എന്ത് ചെയ്യത്തില്ല, ലോകവും പിന്നെ പിശാചായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ല. നമ്മൾ യേശുവിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഡിലൈറ്റ് എന്ത് ചെയ്യും? ഇത്രയൊക്കെ ഉണ്ടേലും മുഖത്ത് നോക്കിയാൽ സന്തോഷമില്ല. ഭയങ്കര സംഭവമാന്നേ, ഒരു കോംപ്രമൈസും ഇല്ല പാപത്തിനോട്. പക്ഷെ നിങ്ങൾ എന്താ ഫലം കായ്ക്കാത്തെന്ന് അറിയാവോ? നിങ്ങൾക്ക് വചനത്തിൽ ഡിലൈറ്റ് ഇല്ല. വചനം എന്ന് പറഞ്ഞ ദൈവമാന്നേ, നീ ദൈവത്തിൽ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ലെന്ന്. ചുറ്റും കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്നവനാ ഭക്തൻ. കപ്പലിൽ ആ കാറ്റും കോളും ആഞ്ഞടിച്ച് എല്ലാം തീരുമെന്ന് എല്ലാം തകരുമെന്ന്, കപ്പൽ തകരുമെന്ന് ദൂത് കിട്ടിയത് ആർക്കാന്നറിയാമോ? പൗലോസ് പലവട്ടം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഓടിക്കരുത്, ഇപ്പൊ നിങ്ങൾ ഇറങ്ങരുത്, പണിവാളും. അവര് കാറ്റ് മന്ദമായി ഊതുന്നത് കണ്ടുകൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചറിയാമല്ലോ, പൗലോസ് റോമയിലോട്ട് പോകുന്ന യാത്രാമധ്യയിലെ കാര്യമാണ് പറയുന്നത്. ദൂത് കിട്ടിയത് പൗലോസിന് എന്നാന്നറിയോ? എല്ലാം പൊളിയാൻ പോവുക. 14 ദിവസമായിട്ട് ഇവര് ഭക്ഷണം പോലും കഴിച്ചില്ല, പേടിച്ചേച്ച് മരിക്കാൻ പോവാ. എല്ലാവരും തീരുമാനിച്ചു. പക്ഷെ പൗലോസ് ബലപ്പെട്ട് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. ആരും പുള്ളിയും എടുത്തും കഴിച്ചു. ദൈവത്തിൽ പ്രത്യാശയുള്ളവന്റെ വിഷയം വേറെയാ, അവന്റെ കാഴ്ചപ്പാട് വേറെയാ. കപ്പല് തകരുമെന്ന് അറിഞ്ഞുകൊണ്ടും ശാന്തമായി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശാന്തമായി കിടന്നുറങ്ങാതെയും നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും ശാന്തമായി അത് കഴിക്കാൻ പറ്റാതെയും ഇരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, കുഞ്ഞെ, നിന്റെ ഭക്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. 2022 മുന്നേ നിന്റെ ഭക്തി നേരെയാവട്ടെ. ആമേൻ.
എന്നെ കേൾക്കുന്നുണ്ടോ? 2022 മുന്നേ നിന്റെ ഭക്തി നേരെയാക്കണം, നിന്റെ വഴികൾ നേരെയാക്കണം. നിനക്ക് ഓഫീസിൽ പോകുമ്പോൾ ടെൻഷൻ അല്ലേ? ഞാൻ എൻ്റെ കാര്യം കൂടി തന്നെയാണ് പറയുന്നത്. ടെൻഷൻ ഉണ്ടല്ലോ, ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മനസ്സിൽ ഭയങ്കര ധൈര്യം. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാണ് പോകുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചോണ്ടാണ് പോകുന്നത്. ഞാൻ രാവിലെ ഒരു സാക്ഷ്യം പറഞ്ഞു, ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം പലർക്കും അതൊരു നമ്മുടെ ശത്രുക്കൾ തോറ്റു കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്കെതിരെ നിന്നൊരു മനുഷ്യനെ ദൈവം നന്നായിട്ട് അങ്ങ് പണിതു. രാവിലെ വന്നോട്ട് ഇത് കേട്ടു. ആമേൻ. നിനക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ ദൈവം കൈകാര്യം ചെയ്തോളൂ. അതുകൊണ്ട് റേജു സഹോദരി അത് ഷെയർ ചെയ്തപ്പോഴേ പറഞ്ഞില്ലേ, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ഒരു സഹോദരി ഇവിടുത്തെ നമ്മുടെ മീറ്റിംഗിൽ വന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം പറയാൻ നിങ്ങൾ കേട്ടല്ലോ. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു സാക്ഷ്യം രാവിലെ കേട്ടത്. ചില വ്യക്തികൾ നിനക്ക് നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിനക്കെതിരായിരിക്കാം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചേച്ചാൽ നിന്റെ സന്തോഷത്തിലോട്ട് നീ മടങ്ങി വരണം. നിനക്ക് ദൈവം തന്ന പ്രത്യാശയിലോട്ട് നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ പറയുക. 1-ാം വാക്യത്തിൽ നോ പറയുന്നത്, 2-ാം വാക്യത്തിൽ യെസ് പറയുന്നതുമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വീണ്ടും ഒരു കാര്യം ഞാൻ പറയുക, ദൈവത്തിന്റെ കൃപയാല നമ്മൾ ഇവിടം വരെ നമ്മൾ പാടിയതിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പ്രീച്ച് ചെയ്യുന്നതും കേട്ടോ, ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോയിട്ടും പിടിച്ചു നിൽക്കുന്നതും ഇന്ന് ഇവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നതും ഈ വചനങ്ങളൊക്കെ വായിക്കുന്നതും ഒക്കെയും അവന്റെ കൃപയാൽ 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 മാത്രമാ. പക്ഷെ ഒരു കാര്യം പറയാം, നമുക്കൊരു ഫ്രീ വില്ലും കൂടെ ദൈവം തന്നിട്ടുണ്ട്. അതിന് ഒത്തിരി വാക്യങ്ങൾ എനിക്ക് വായിപ്പിക്കാൻ അറിയാം. 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് ഞാൻ തൊട്ട് പൊക്കോട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലോട്ടൊന്ന് പോയാലോ? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. വെളിപ്പാട് 22:17 ഞാൻ വായിക്കട്ടെ. ആരെങ്കിലും വായിക്കുന്നു? വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേട്ടോ, വരിക എന്ന് പറയുക. കേൾക്കുന്നവൻ, അപ്പൊ കേൾക്കുന്ന ഒരുത്തനുണ്ട്, വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവനുണ്ട്, ദാഹിക്കുന്നവനും വരട്ടെ. അടുത്തത്, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഒരു ഇച്ഛ. കണ്ടോ, ഒരു ഇച്ഛ ഉണ്ടാവണം. ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. ദൈവം വിളിക്കുന്നുണ്ട് അല്ലെ? കർത്താവ് വിളിക്കുന്നില്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നല്ല. ഒരു സഭയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആർക്കെങ്കിലും വയ്യാത്ത അവശത ഉണ്ടെങ്കിൽ, ക്ഷീണം ഉണ്ടെങ്കിൽ, സാമ്പത്തികമോ ശാരീരികമോ മാനസികമായിട്ട് തളർച്ച ഉണ്ടെങ്കിൽ, ആത്മീകമായ തളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി വിസിറ്റ് ചെയ്യണം. അതല്ല പക്ഷെ ഇവിടെ പറയുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വരാം. നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയാവോ? നമ്മൾ അവരെ ദൈവത്തിന്റെ അടുക്കലോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ദൈവത്തിന്റെ അടുക്കലോട്ട് പോകാൻ ഒരു ഇച്ഛ ഉണ്ടാവണം, ഒരു വില്ലുണ്ടാവണം. മനസ്സിലായോ? എന്തിനാ ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്തുവാ? ദുഷ്ടമയുടെ ആലോചനപ്രകാരം നടക്കാതെ, പാപികൾ വഴി നിൽക്കാതെ, പരാശ്രയിപ്പത്തിരിക്കാതെ ഇരിക്കണമെങ്കിൽ നീ ഒന്ന് അതിനു വേണ്ടി ഇച്ഛിക്കണം. നിനക്കതിനൊരു ആഗ്രഹം ആദ്യം ഉണ്ടാകണം കുഞ്ഞേ. 2, നീ വചനത്തിൽ സന്തോഷിക്കുന്നത്. യു ഹാവ് ടു ബി ഡിലൈറ്റ്ഫുൾ ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. നീ വചനത്തിൽ സന്തോഷിക്കണം. അതിനുവേണ്ടി നിനക്കൊരു ആഗ്രഹം ആദ്യം വരണം. മനസ്സിലായോ? അതിനൊരു കോതി ആദ്യം നീ ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം നിനക്ക് സന്തോഷം വരത്തുള്ളൂ. വചനം ധ്യാനിക്കാൻ ഒരു ഫസ്റ്റ് എഫേർട്ട് എടുക്കണമെന്ന് ഇപ്പോൾ ഈ പറയുന്നില്ലേ? ഇപ്പോൾ ഈ ആത്മാവിൽ വിളിച്ചു പറയുന്ന ദൂതില്ലേ? അത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുത്തോ. ബാക്കി ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണമെന്ന്. ദൈവത്തോട് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പൊ എന്താ പറഞ്ഞ? നിങ്ങൾ അടുത്ത് ചെല്ലുക. ഒരു സ്റ്റെപ്പ് എടുക്കാനുണ്ട് പ്രിയമുള്ളവരെ. ഇന്നിവിടെ മുഴുവൻ കേൾക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ദൈവം എല്ലാം ചെയ്ത് വച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ പോയിക്കോ, ദൈവം എടുത്തോണ്ട് പോയിക്കോളും. ഇല്ല കുഞ്ഞേ, ദൈവം അടുത്തോട്ട് വരുന്നുണ്ട്. നീ ഒരു ചൂടെടുക്ക്, നീ ഒരു ചൂടും കൂടെ വയ്ക്ക. ഇത്രയും വർഷമായില്ലേ, ജീവനോടെ അവശേഷിപ്പിച്ചില്ലേ, ആരോഗ്യത്തോടെ ശേഷിപ്പിച്ചില്ലേ, ഒരു ചുവടെടുക്ക്. വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ നിന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് മുട്ടുമ്പോൾ ആ ശബ്ദം കേൾക്കണം. നീ അതിന് നീ റെസ്പോണ്ട് ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം?
വാതിൽ തുറന്നാൽ പിശാച ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ തുളച്ചോണ്ട് വന്ന് അകത്തോട്ട് കയറുന്നവൻ എന്റെ യേശു മായന, ഹീസ് എ ജെന്റിൽമാൻ. നീ മുട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കേൾക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലോട്ടുള്ള ദൈവത്തിന്റെ മുട്ടാണെങ്കിൽ നിന്റെ ഹൃദയം എന്ന് നീ തുറന്നു കൊടുത്താൽ അവൻ നിന്റെ അകത്തോട്ട് നിന്റെ ജീവിതത്തിലോട്ട് പ്രവേശിക്കുകയും നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുന്ന നാളുകളായി വരുന്ന വർഷങ്ങൾ, വരുന്ന നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറുകയായി തീരും. നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ വളരെ വളരെ രസകരമായിട്ട് ഞാൻ പദം ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്റെ കർത്താവും നീയും. അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഞങ്ങൾ എന്ന് പറയാനൊരു ബന്ധമുണ്ടോ? ഞാനും എൻ്റെ കർത്താവിനെ കുറിച്ച് എൻ്റെ കർത്താവും ഞാനും വി ഡിസൈഡഡ്. എൻ്റെ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കില്ല. തീരുമാനം എടുക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ദൈവം പറയുന്നത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ബന്ധമുണ്ടോ പ്രിയമുള്ളവരെ? അപ്പൊ വാതിക്ക് നിന്ന് മുട്ടുന്നെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ വിളി കിട്ടിയെന്ന് പറയരുത്. വിളി നീ കേട്ടത് ശരിയാ, നീ വാതിൽ തുറക്കണം. നീ വാതിൽ തുറക്കണം കുഞ്ഞേ. നിനക്കൊരു സ്റ്റെപ്പ് എടുക്കാനുണ്ടെന്നാ ഞാൻ വീണ്ടും പറയുന്നേ. പിന്നെ റോമാലേഖനത്തിൽ വായിച്ചാൽ നമുക്കൊരു കാര്യം വായിക്കാറിയാം. ആകയാൽ ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല എല്ലാം പ്രവർത്തിക്കുന്ന ദൈവത്താലേ നടക്കത്തുള്ളൂ. അപ്പൊ ചിലർ പ്രതീക്ഷ എന്താണെന്നറിയോ? നീ പോലും ഇച്ഛിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല പ്രിയമുള്ളവരെ. ദൈവസേനയിൽ ശരിക്കും തരുന്ന ധ്യാനിച്ചാറുണ്ടല്ലോ, ഇച്ഛ തന്ന ദൈവം തന്നെ, ഒരു സംശയമില്ല. കാരണം നമുക്ക് ഒരു ഗ്ലോറി ഇല്ലെന്നേ, നമുക്ക് ഒരു നന്മയും ഇല്ലെന്നേ തന്നെ പ്രതികരിക്കാൻ. നമ്മൾ മരിച്ചവരല്ലായിരുന്നു. ഈ മരിച്ച നമ്മളെ അല്ലേ ദൈവം ഉയർപ്പിച്ചത്. ഈ മരിച്ചു കിടക്കുന്നവൻ എന്നെ റെസ്പോണ്ട് ചെയ്യാനാ? അപ്പൊ അല്പം ജീവനൊക്കെ തന്ന് റെസ്പോണ്ട് ചെയ്യിച്ചത് കർത്താവ് തന്നെയാ. പക്ഷെ നിനക്ക് അല്പം ജീവൻ വന്നെങ്കിൽ ലാസറെ പുറത്ത് വരിക എന്നൊക്കെ പറഞ്ഞ് ലാസർ പുറത്ത് വന്നിട്ട് അഴിച്ചു കളയാൻ ചില ആളുകളോട് കർത്താവ് പറഞ്ഞതുപോലെ, അവനെ കെട്ടഴിച്ച് വിടുവനെന്ന് പറഞ്ഞതുപോലെ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നേ. സ്തോത്രം. അത് നമ്മുടെ സഹോദരങ്ങളെ ഒരു മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും അവരോട് സുവിശേഷം പറയുന്നതാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നതാണെങ്കിലും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഉപസിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോലെ ചില കാര്യങ്ങൾ നീ ഒതുക്കേണ്ടത്, നീ അടുക്കി വെക്കേണ്ടത്, നീ എടുത്ത് മാറ്റിക്കളയേണ്ടത് ചിലതുണ്ട് പ്രിയമുള്ള ദൈവ പൈതലേ. നീ എടുത്ത് ചിലത് മാറ്റിക്കളഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു സ്റ്റെപ്പ് നീ എടുത്തേ പറ്റത്തുള്ളൂ. വീണ്ടും വായിക്കണോ? ഞാൻ വായിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാമല്ലോ മുടിയനായ പുത്രന്റെ ഉപമ. എനിക്കതൊരു വലിയ പ്രസംഗ വിഷയം തന്നെയാണ്. ഞാനത് പ്രസംഗിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. 3 ഉപമയാ അതിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ ഉപമ എന്നാ? കാണാതെ പോയ ആട്. ചില കുട്ടി പാടിയല്ലോ, സ്വോത്രം. അത് പറഞ്ഞേക്കാം. 100 ആടലിടയിൽ ഒരു ആട് കാണാതെ പോയി. ഇടയൻ അന്വേഷിച്ചിറങ്ങി കണ്ടുപിടിച്ചു കേട്ടോ. ആമേൻ. അടുത്തത് 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയുടെ ഒരു ദ്രഹ്മ കാണാതെ പോയി. അവൾ അടിച്ചു പെറുക്കി, വിളക്കൊക്കെ കത്തിച്ച് കട്ടിലിന്റെ കീഴൊക്കെ നോക്കി അവൾ അടിച്ചു പെറുക്കി അത് കണ്ടെത്തി. അവൾ സന്തോഷിച്ചു. ആടിന് ഒന്നും പ്രവർത്തിക്കാനുണ്ടായില്ല, ദ്രഹ്മയ്ക്കും ഒന്നും പ്രവർത്തിക്കാനുണ്ടായില്ല. പെർസെന്റേജ് കണ്ടോ? 100 ഒരെണ്ണം പോയി. 99 നിൽക്കുമ്പോഴും നീ 1% ആണോ? നീ തീരെ അങ്ങനെ. അതാ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ മരിച്ചു കിടന്ന സമയത്ത് അവൻ നമ്മളെ തേടി വന്നതാ. 1% തള്ളിക്കളഞ്ഞോളാൻ. അപ്പൊ സെല്ല പാടിയപ്പോ എന്നെ പറഞ്ഞ്, ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. അതൊക്കെ കുഞ്ഞു പാടിയ പാട്ട്. ഒരെണ്ണല്ലേ പോയുള്ളൂ സാരമെന്ന് തള്ളിക്കളയാമായിരുന്ന നെഗ്ലിജിബിൾ ആയ സമയത്ത് എന്റെ കർത്താവ് ചിലപ്പോൾ പ്രവർത്തിക്കും. 10 ദ്രഹ്മയിൽ ഒരു ദ്രഹ്മ പോയി. 10% ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കും. പക്ഷേ ഒരു ദ്രഹ്മയോ ഒരു ആട്ടിടയന്റെ ഒരു കുഞ്ഞാടനെയും പോലെയല്ല ഒരു മകൻ. ആമേൻ. അതും 2 മക്കളിൽ ഒരുവൻ 50% നഷ്ടപ്പെട്ട പിതാവ്, അതും സ്വന്തം മകൻ നഷ്ടപ്പെട്ട പിതാവ്. അവൻ പക്ഷേ ഇടനെ പോലെ ആടിനെ തേടി ഇറങ്ങിയതുപോലെ, ആ സ്ത്രീ ദ്രഹ്മ തപ്പി ഇറങ്ങിയതുപോലെ മകനെ തേടി ഇറങ്ങുന്നില്ല. മകന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. മകനെ, നീ മകനായിരിക്കാം. അതാ നിനക്കുള്ള പ്രത്യേകത. നീ മകനാണെങ്കിൽ നീ വേണം ഫാസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ. നീ മകനാണെങ്കിൽ, നീ മടങ്ങിപ്പോയതെങ്കിൽ, നീ അപ്പനെ ഉപേക്ഷിച്ച് പോയതെങ്കിൽ നീ ഇന്ന് മടങ്ങി വരണം. ജീസസ്. നീ 50% ഓഹരി ആയിരിക്കാം. വലിയതാ നഷ്ടപ്പെട്ടത്. എന്റെ ദൈവത്തിന് വലിയ വില കൊടുത്തത് നഷ്ടപ്പെട്ടതെങ്കിലും നീ വേണം മടങ്ങി വരാൻ. മടങ്ങി വന്നവൻ സ്വീകരിക്കും. ആട് മടങ്ങി വന്നെന്ന് പറഞ്ഞില്ല, ദ്രഹ്മ മടങ്ങി വന്നെന്ന് പറഞ്ഞില്ല, പക്ഷെ മകൻ മടങ്ങി വന്നെന്നാ എഴുതിയിരിക്കുന്നത്. അപ്പൻ ഓടിച്ചെന്ന് സ്വീകരിച്ചു. നീ 2022 നീ മടങ്ങി വരുമോ? ഇത്രയും ആയുസ് നീട്ടി തന്നിട്ട് യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, ജീസസ്. നീ ചില ചൂടുകളെ മാറ്റി വയ്ക്കേണ്ടിയിരിക്കുന്നു. ചില ചൂടുകളെ മാറ്റി വച്ചേ പറ്റത്തുള്ളൂ. ചില ചൂടുകളെ നീ ഒന്ന് പുതിയ തുടക്കങ്ങൾ കുറിച്ചേ പറ്റത്തുള്ളൂ. അത് തുടക്കം വേറെ എങ്ങോട്ടുമല്ല, നിന്റെ അപ്പന്റെ വീട്ടിലോട്ട്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. നിന്റെ അപ്പന്റെ വീട്ടിലോട്ടുള്ള മടങ്ങി വരവിന്റെ തുടക്കം ചുവടുകൾ നീ എടുത്ത് വച്ചേ പറ്റത്തുള്ളൂ.
അങ്ങനെയുള്ളവനെ കുറിച്ചാണ് പറയുന്നത് വചനത്തിൽ സന്തോഷിക്കുന്നവൻ. അല്ലാതെ ചുമ്മാ നീ എന്ത് കാണിച്ചോണ്ടും കാര്യമില്ല. നീ കൂട്ടായ്മയ്ക്ക് വന്നിരുന്നുണ്ടോ, 2 പാട്ട് പാടിയതുകൊണ്ടോ, നീ അന്യഭാഷ പറഞ്ഞുകൊണ്ടോ, നീ മടങ്ങി വരവിന് നിന്റെ ചുവടുകൾ നീ ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ ഒരു ചുവട് നീ എടുത്തു വെച്ചേക്ക്. ഒരു ചുവട്, മാനസാന്തരത്തിന്റെ ഒരു ചുവട്. എത്ര നാളായി വചനം സംസാരിക്കുന്നു, എത്ര നാളായി ദൂതുകൾ കേൾക്കുന്നു, എത്ര ദിവസമായി ദൈവം കാത്തിരിക്കുന്നു. നീ മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു വാക്യം വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. യോഹന്നാൻ 7:17. പഴയ നിയമത്തിലുണ്ട് കേട്ടോ, ഞാനത് വായിക്കുന്നില്ല. നമ്മൾ ഒത്തിരി വാക്യങ്ങളുണ്ട്, പ്രത്യേകിച്ചും സദൃശവാക്യങ്ങളിലൊക്കെ വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഞാനൊരു ഈ ഒരു വാക്യം വായിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7:17. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. കണ്ടോ? അപ്പൊ അവന്റെ ഇഷ്ടമാണെങ്കിലും അവന്റെ ഇഷ്ടം ദൈവം, ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ദൈവത്തിന്റെ ഇഷ്ടം. തീർച്ചയായിട്ടും എനിക്കറിയാം, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ വലിയ പേരൊന്നും വിളിച്ച് പ്രവചനമൊന്നും പറഞ്ഞില്ലെങ്കിലും ചിലരോട് വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവന്റെ ഇഷ്ടം എന്നാന്ന് കർത്താവ് നിന്നോട് പറഞ്ഞു കുഞ്ഞെ. ഓൾറെഡി നീ കേട്ടോണ്ടിരിക്കുക. ഇപ്പോഴല്ല, പല പ്രാവശ്യമായിട്ട്. ഇഷ്ടം നീ കേട്ടതാ, ഇഷ്ടം നീ കേട്ടതാ, ഇഷ്ടം നിനക്കറിയാം. ഇവിടെ പറയുക അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ ഇച്ഛിക്കാൻ കൂടി വേണം. ശ്രദ്ധിച്ചോ? ഇഷ്ടം ചെയ്യാൻ നിനക്കൊരു ഇച്ഛ ഉണ്ടായിരിക്കണം. അപ്പം വിളിക്കുന്നുണ്ട്, അപ്പം വിളിക്കുന്ന എന്തിനാന്ന് വിളി കേൾക്കുമ്പോഴേ കൊച്ചിനറിയാം. പക്ഷെ നിനക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോന്നാ ചോദ്യം. പിടികിട്ടുന്നുണ്ടോ? അപ്പന്റെ വിളിയുടെ ടോൺ കേട്ടാ ചെറുക്കൻ അറിയാം എന്നതാ കാര്യമെന്ന്. സെല്ലയ്ക്ക് തന്നെ അറിയാലോ. ഇവിടെ ചില ഒരു വിളി വിളിച്ച അപ്പ അറിയാം സെല്ലയ്ക്ക് എന്തോ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് പ്രത്യേകിച്ച് അറിയാം. അങ്ങനെയാണെങ്കിൽ അപ്പന്റെ സ്വരം കേൾക്കുമ്പോ തന്നെ നിനക്ക് അറിയാൻ കുഞ്ഞെ, പ്രത്യേകിച്ചൊരു ദൂത്. ഇപ്പോഴും ഈ വെറുതെ പ്രവാചകൻ ദൂത് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിനക്കറിയാം. ഒരു കൃപ ഞാൻ പറയട്ടെ, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാ, നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത്രയും പേര് ഇരിക്കുന്നതോടെ എനിക്ക് സ്വസ്ഥമായി പറയാൻ ഞാൻ ചിന്തിക്കുക, ഞാൻ സ്വാതന്ത്ര്യം എടുക്കുക. നിങ്ങളെല്ലാവരും ഇടയന്റെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്ന ആടുകളാണ്. ആമേൻ. ആണോ? ഞാൻ വിശ്വാസത്തോടെ അങ്ങ് പറയുക, എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും പേര് നിങ്ങള് ഇടയന്റെ ശബ്ദം കേൾക്കുകയും കേട്ടിട്ട് ഇടയന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഇടയന്റെ സ്വന്തം ആടുകൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആ ഇടയന്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ അവന്റെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് ചെയ്യാനൊരു ഇഷ്ടം വേണം കുഞ്ഞെ. അത് നമ്മൾ വായിച്ചേ, അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനമായിട്ട് ഞാൻ വേറെ സ്ഥലത്ത് ഞാൻ ഇന്നലെ ശുശ്രൂഷിച്ചിരുന്നു. പക്ഷേ അവിടെ പറയാത്ത കാര്യങ്ങളെ ഇപ്പോഴും ഞാൻ ഇപ്പം മുഴുവൻ സംസാരിച്ചത്. അവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ തൊട്ടോട്ടെ. അവിടെ പറഞ്ഞത്, നീ വചനത്തെ അത്രമാത്രം സ്നേഹിക്കുകയും വചനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും എന്നറിയാവോ? നീ വചനത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നീ വചനത്തിന്റെ കേൾവിക്കാരനായി മാത്രമല്ല, നീ വചനം പ്രവർത്തിക്കുന്നവനായിരിക്കും. യു വിൽ ബി നോട്ട് ജസ്റ്റ് ഹിയറേഴ്സ് ഓഫ് ദ വേർഡ്, ബട്ട് യു വിൽ ബി ദ ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. നീ വചനം അനുസരിക്കുന്നവനായിരിക്കും. നീ വചനം ചെയ്യാൻ കൊതിയുള്ളവനായിരിക്കും. ആമേൻ. നീ വചനത്തെ അനുസരിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവനായിരിക്കും. അപ്പോസ്തലന്മാരും ക്രിസ്തുവും ഒക്കെ നമ്മളെ കാണിച്ചത് ക്രൂശ് എടുക്കാനാണ്. നമ്മളോട് പറഞ്ഞത്, യേശു പറഞ്ഞത് ക്രൂശ് എടുത്തോണ്ട് എൻ്റെ പുറകെ വരാനാണ്. ആ വചനമായിട്ട് എഴുതി തന്നിരിക്കുമ്പോൾ ക്രൂശ് മാറാൻ വേണ്ടിയല്ലേ നമ്മളുടെ മീറ്റിങ്ങിൽ എല്ലാ പ്രാർത്ഥനാ വിഷയവും. ഹലോ, സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയം എന്തുവാ? എൻ്റെ ക്രൂശ് മാറ്റിത്തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു രോഗമായിരിക്കാം, ഒരു സാമ്പത്തിക പ്രതികൂലമായിരിക്കാം, ജോലി സ്ഥലത്തെ പ്രശ്നമായിരിക്കാം. അതെല്ലാം ദൈവം മാറ്റി തരത്തില്ലെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താണെന്നറിയാവോ? അത് നിനക്ക് തന്നതിൻ്റെ ഒരു ഉദ്ദേശം നിന്നെ അവനൊന്ന് പണിയാനുണ്ടെന്നും അതിനെ നീ ഓവർകം ചെയ്യാൻ നിനക്ക് ബലം തന്നിട്ടുണ്ടെന്നും നീ തിരിച്ചറിയണമെന്നുവാ. ആമേൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ?
ഞാൻ ഈ പറഞ്ഞ ആ സഹോദരിയെ കുറിച്ച് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എന്റെ മനസ്സിലതൊക്കെ ഉണ്ട്, അതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആ സമയം എടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, തകർന്നു പോകുമെന്ന് തോന്നിയ സമയത്തുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന ദൈവമാണ് എന്നെ നിന്നെയും ഇതുവരെ എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ സ്വയം വന്നതല്ല. എന്നെ നിങ്ങളെ താങ്ങി നിർത്തിയതാ കുഞ്ഞെ, താങ്ങി നിർത്തിയതാ. തകർന്നു പോകാമായിരുന്ന 2021 ഇതുവരെ ദൈവം എത്തിച്ചെങ്കിൽ ബലത്തോടെ യാത്ര ചെയ്യാം. ഈ കലണ്ടറൊന്നും നമ്മുടെ വിഷയമൊന്നും അല്ലെന്നേ. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ നടത്തും. തീർച്ചയായിട്ടും കുറെ കൂടി കാര്യങ്ങൾ എനിക്ക് പറയാൻ മനസ്സിലുണ്ട് കേട്ടോ. ഞാനത് പറയുന്നില്ല, എനിക്ക് വലിയ ഗൈഡൻസ് ഇല്ല. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. ഞാൻ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പക്ഷെ ഒരൊറ്റ സെന്റൻസ് കൂടി പറയട്ടെ, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ. നീ വചനത്തിൽ സന്തോഷിക്കുന്നവരാണെങ്കിൽ നിന്നെ ആദ്യം മരണം എന്നാണെന്നറിയാമോ? പാപത്തിനോടൊരു വെറുപ്പ. നമ്മൾ ജഡത്തിലാണ്ട് ബലഹീനത ഉണ്ടായിരിക്കാം, വീണു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നീ വചനത്തിൽ ഡിലൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നീ വചനത്തിൽ സന്തോഷിച്ച്, വളരെ വായിച്ചേ, ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, നീ വചനത്തിൽ സന്തോഷിക്കുന്നവരാണെങ്കിൽ നിന്റെ ആദ്യ ലക്ഷണം ഞാൻ പറയാം, പാപത്തെ നീ വെറുക്കും. നീ ഭയങ്കര സെൻസിറ്റീവ് ആവും. ഞാൻ ഇന്നലെ ആ സഭയിൽ പറഞ്ഞ കാര്യം അതാ. ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. ചില പോസ്റ്ററുകൾ കാണുമ്പോൾ എൻ്റെ ചങ്ക് പിടിക്കുക, ചിലത് കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ്. ഈ ദൈവവചനത്തിനെതിരായി ദൈവത്തിന്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുന്ന വിഭാഗം കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി തകർന്നു പോകും. എന്താണെന്നറിയാവോ? യു ബിക്കം സോ സെൻസിറ്റീവ് ജസ്റ്റ് ബിക്കോസ് വൺ തിങ്, നീ വചനത്തെ അത്രമാത്രം നീ പ്രിയപ്പെടുന്നുണ്ടാ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ വചനത്തെ പ്രിയപ്പെടാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഈ വചനം നമ്മുടെ സകലതുമായി തിരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ചില കാര്യത്തിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആവും. വായ് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വചനം വിട്ട് എനിക്ക് ഒരു കോംപ്രമൈസും പറ്റത്തില്ല. ഐ ലവ് മൈ ഗാഡ്. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അവൻ്റെ ഓരോ വാക്കിനെയും ഞാൻ സ്നേഹിക്കുന്നു. ഇതെനിക്ക് ജീവന്റെ വചനമാന്നേ. അത് വെറുതെ പാട്ട് പാടുമ്പോ ജീവന്റെ വചനം എന്ന് പറയാനുള്ളതല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യവേദ പുസ്തകം എന്നോ ജീവന്റെ വചനം എന്നുള്ള ഹെഡിങ് കണ്ടിട്ട് പോകാനല്ല. എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവനെ നിലനിർത്തിയിരിക്കുന്ന അവന്റെ വചനങ്ങൾ തന്നെയായത്. I love the word of God. I always delight in the word of God. എനിക്കിത് കാണുമ്പോൾ എനിക്കിത് പ്രിയമാ, എനിക്കിത് മധുരമാ. അതിനകത്ത് വേദനിക്കുന്ന കാര്യങ്ങളുണ്ട്, തർജ്ജനം ചെയ്യുന്നതുണ്ട്. എന്നെ പലതിനും സമ്മതിക്കാത്ത, ലോകപരമായി മദ്യപിക്കാൻ സമ്മതിക്കാത്ത, കൂട്ടുകൂടി നടക്കുവാൻ, സിനിമ കാണാനൊക്കെ അനുവദിക്കാത്തതും, പല മ്ലേച്ഛതകളിൽ നിന്നും എന്നെ നോ പറയുന്ന ഒത്തിരി ഇതിനകത്തുണ്ട്. But I still love this word because this is the source of my life. എൻ്റെ ജീവന്റെ ഉറവിടം എൻ്റെ യേശുവാ, എൻ്റെ വചനമാ, ദൈവത്തിന്റെ വചനമാ. കുഞ്ഞെ, നീ ദൈവത്തിന്റെ വചനത്തെ പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് പാപത്തോട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. യു വിൽ ബി സോ ഡിസ്റ്റർബ്ഡ്. നിങ്ങൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വീണു പോയാലും അയ്യോ ഞാൻ കഥ പറഞ്ഞോട്ടെ, എന്നോട് ക്ഷമിക്കും, ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ. ഞാൻ പണ്ട് കേട്ടൊരു കഥയാ കേട്ടോ. ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു പന്നിക്കുട്ടിയുടെയും കഥയാ. പ്രിയമുള്ളവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ ഈ വചനത്തെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ പറയുക, നിങ്ങളൊരു പന്നിക്കുട്ടിയാണോ, നിങ്ങളൊരു ആട്ടിൻകുട്ടിയാണോ? കാര്യം പറയാം. ഒരു പന്നിക്കുട്ടിയും ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക്. ഒരു മഴ പെയ്ത് കിടക്കുന്ന ഒരു ദിവസം, ഇയാൾ എല്ലാ ദിവസവും ഈ ജന്തുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുങ്ങളെ കുളിപ്പിച്ചേച്ച് ഇയാൾ നടന്നു പോകും. അപ്പൊ പഴയ കാലമാട്ടോ, ടാറിട്ട് റോഡൊന്നും അല്ല. നമുക്കറിയാലോ, പഴയ കാലത്ത് മണ്ണിട്ട റോഡിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ചെളിയും വെള്ളവും എപ്പോഴും ഉള്ളതാ. കുളിപ്പിച്ചേച്ച് പന്നിക്കുട്ടിയെ കൊണ്ട് പോവുക. റോട്ടിലെത്തിയപ്പോൾ താണ്ട ചെളി. പന്നിക്കുട്ടിക്ക് സന്തോഷമായി, ഒറ്റ ചാട്ടവാ. കിടന്ന് മറിഞ്ഞ് കുളിച്ച് ചെളിയപ്പാടെ. പിന്നെ അവനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ല. അറിയാലോ. ഞാൻ വീണ്ടും ചോദിക്കുക, നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ഭയങ്കര വെറുപ്പായിരിക്കും കേട്ടോ. ഒരാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു, അതിനെ ആൾ കുളിപ്പിച്ചു, അതിനെ കയറും കെട്ടി കൊണ്ടുപോവുക. ഒരു സ്ഥലത്ത് എത്തിയപ്പോഴുണ്ടല്ലോ, ഈ ചെളി കാണുമ്പോൾ മാറി മാറി നടക്കുക കേട്ടോ. ഈ ആട്ടിൻകുട്ടി ചെളി കാണുമ്പോൾ മാറി പോവുക. അപ്പുറത്തുള്ള കല്ലേ ചാടി, ഇപ്പുറത്തുള്ള കല്ലേ ചാടി. അവൻ പുല്ലേലും കയറി, പുല്ലേലുള്ള വെള്ളം പോലും പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ചെളിവെള്ളം കാണുമ്പോൾ ഭയങ്കര അറപ്പാ. ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഉണ്ടല്ലോ, മുഴുവൻ ചെളിയാ, ഒരു കല്ലില്ല ചവിട്ടാൻ. അവൻ എന്ത് ചെയ്യുന്നറിയോ? ഓടി വന്ന് ആ ചെളിവെള്ളത്തിന് അപ്പുറത്തോട് ഒറ്റ ചാട്ടമൊക്കെ ചാടി. എന്ത് പറ്റിയെന്നറിയാവോ? ജസ്റ്റ് ആ വെള്ളത്തിന്റെ ചെളി തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാലം കുത്തിപ്പോയി.
ഒരു കാല് കുത്തിയിട്ട് അപ്പൊ തുടങ്ങിയ കരച്ചില്ല. മേ മേ എന്ന് പറഞ്ഞ് കരഞ്ഞു. അവിടെ ചെല്ലുന്നു പുല്ലെ തേക്കുന്നു, ഇവിടെ ചെന്ന് ഒരു മതിലെ തേക്കുന്നു, അവിടെ ചെന്ന് ഒരു തെങ്ങെ തേക്കുന്നു, അപ്പുറത്ത് കണ്ട മരത്തിലൊക്കെ തേച്ച് ഉരച്ചു. ചെളിയൊക്കെ പോയി, പക്ഷെ ഇങ്ങനെ ഉരച്ചൊരച്ച് പോകും. എന്നറിയോ? പറ്റിപ്പോയ ചെളിയെ കുറിച്ചുള്ള സങ്കടം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം കുഞ്ഞാടുകളാക്കി നമ്മളെ തീർത്തത്, വെറും പന്നിക്കുട്ടികളായിരുന്നു നമ്മളെ കുഞ്ഞാടുകളാക്കി അവൻ തീർത്ത് എന്തിനാണെന്നറിയാവോ? പാപത്തിൽ വീണു പോകുന്ന അനുഭവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ദൈവത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ ഈ ദൈവവചനത്തിൽ സന്തോഷിക്കുമ്പോഴുണ്ടല്ലോ, പറ്റിയ ഒരു പാപത്തെ കുറിച്ച് ഒരു ദിവസമല്ല 2 ദിവസമല്ല, നീ എന്നും അനുദപിച്ച് കരയുകയും ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ സ്വയം സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു വിശുദ്ധ ജീവിതത്തിലുള്ള കൊതിയുണ്ടല്ലോ. ഈ വചനത്തിൽ നിന്ന് കൊതി ഏറ്റെടുക്കാമോ? ഈ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ? Are you delighted in the word of God? You will have such a hatred towards sin. You cannot bear the small, ചെറിയ വീഴ്ച പോലും, അറിയാതെ വീണുപോയ, സ്വത്രം അറിയാതെ വീണുപോയ ചെറിയ വീഴ്ചയുണ്ടല്ലോ, അതിനെ പ്രതി നിങ്ങൾ നോവോടുകൂടി അപ്പാ എന്നോട് ക്ഷമിക്കണമേ. നമ്മൾ പാടിയതുപോലെ ഒരു യോഗ്യതയും പറയാനില്ലായേ എന്റെ കർത്താവേ, ഒരു മാന്യതയും പറയാനില്ലായേ. ഈ വിളിക്ക് കർത്താവേ യോഗ്യതയൊന്നുമില്ല കർത്താവേ. കൃപയാൽ 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 കൃപ ഒന്ന് മാത്രത്താൽ കർത്താവേ ഞാൻ നിന്റെ പുറകെ അനുഗമിക്കുകയാ. I take delight in the word of God. കർത്താവേ ഞാൻ ഈ വചനത്തിൽ സന്തോഷിക്കുന്നു. കർത്താവ് വരുന്ന നാളുകളിൽ എന്റെ ഹൃദയത്തെ ഒന്ന് പൊളിച്ചു മാറ്റി ഒരു പുതിയ ഹൃദയം എന്നിൽ തരണമേ. പഴയതിനെ റിപ്പയർ ചെയ്ത് തുന്നിക്കെട്ടി വച്ചത് വേണ്ട. എനിക്കൊരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവിനെ എന്നിൽ നീ പകർന്നിട്ട് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്ന, എന്റെ ദൈവത്തിൽ പ്രിയപ്പെടുന്ന, എന്റെ ദൈവത്തിന്റെ സകല കാര്യങ്ങളും എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്ന, എനിക്ക് ലോകത്തിന്റെ പണത്തിന് വേണ്ടിയോ എന്റെ കംഫർട്ടിന് വേണ്ടിയോ എന്റെ ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കുന്ന ഒന്നും വേണ്ട. എന്റെ കർത്താവേ നീ മാത്രം മതി എന്ന് പറയുന്ന, എന്റെ യേശുവിനെ മുറുകെ പിടിക്കുന്ന, എന്റെ ആത്മമണവാളനെ കണ്ടുകൊണ്ട്, ആ സുന്ദരനായവനെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, സർവാംഗ സുന്ദരനെ തന്നെ കണ്ടുകൊണ്ട് ഈ മണ്ണെ പ്രതി ആ മാണിക്കത്തെ വിട്ടുകളയാതെ മുൻപോട്ട് പോകുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവേ ഈ വർഷക്കാലം എനിക്ക് പുതിയ തുടക്കമാകുവാൻ, ഈ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥന മുഴുവൻ എന്റെ അത് മാറ്റണം, ഇത് മാറ്റണം, എനിക്ക് കൂടുതൽ പൈസ വേണം, കാർ വേണം, വീട് വേണം, എന്റെ കടം മാറ്റണം, എനിക്ക് നല്ല ജോലി തരണം. നല്ലതാ കുഞ്ഞേ, നിന്റെ ആഗ്രഹം തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ വരി എനിക്ക് കൂടുതൽ സ്നേഹിക്കുവാൻ കൃപ തരണം, എനിക്ക് കൂടുതൽ താഴ്മ ധരിക്കുവാൻ കൃപ തരണം, എന്റെ വായിലെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ കൃപ തരണം, പാപത്തോടൊരു വെറുപ്പ് തരണം, എന്റെ ദൈവത്തിന്റെ വചനത്തോടൊരു പ്രണയത്തെ തരണം എന്ന് പ്രാർത്ഥിക്കുവാൻ. ഓ, അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ, അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ, അതിനെ രാപ്പകൽ ധ്യാനിക്കുവാൻ. രാവിലെ എഴുന്നേറ്റ് ഒരു വാക്യം വായിച്ചിട്ട് നീ ആ ബൈബിൾ വായിച്ചുവെന്ന് സ്വന്തം മനസാക്ഷിയെ കബളിപ്പിച്ചിട്ട് പോകുവാൻ അല്ല, രാപ്പകൽ ഒരു വാക്യമേ നീ കേട്ടുള്ളൂവെങ്കിലും ധ്യാനിച്ചുകൊണ്ട് പോകുന്നവനായിരിക്കുവാൻ. നിന്റെ രാവും പകലും ആ വചനം നിന്റെ ധ്യാനമായിരിക്കുവാൻ. ജീസസ്, അപ്പാ ഒരു പുതിയ ജീവിതത്തെ ചോദിക്കുന്നു കർത്താവേ. കർത്താവേ ഈ കേൾക്കുന്ന സകലരുടെ ഉള്ളിൽ അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ കർത്താവേ. ചെറുപ്പക്കാർക്ക് ഒത്തിരി പദ്ധതികളുണ്ട്. ആമേൻ. കർത്താവ് മധ്യവയസ്കർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും അടുത്ത കർത്താവ് അക്കൗണ്ടുകളെ കുറിച്ചും വീടിനെ കുറിച്ചും ഒക്കെ ചിന്തകളുണ്ടപ്പാ. പ്രായമേറിയവർക്ക് അവർക്ക് കൊണ്ട് കർത്താവെ പല ആഗ്രഹങ്ങളും ചിന്തകളും ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളും. പക്ഷെ കർത്താവെ ഞങ്ങൾ എത്ര ചെറുപ്പക്കാരാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും നിന്നെ ഒന്ന് വീണ്ടും സ്നേഹിക്കുവാൻ, ഒരു പുതിയ ഹൃദയം ഒന്ന് മാറ്റിവെക്കുവാൻ ഈ സമയത്ത് ഇത്ര പ്രായമുണ്ടെങ്കിലും I am willing to have a new heart which loves thy word. നിന്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു പുത്തൻ ഹൃദയത്തെ പ്രാപിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടപ്പാ. നീ അപ്പം ചോദിച്ചാൽ കല്ലിനെ തരുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മുട്ട ചോദിച്ചാൽ തേളിനെ തരുന്ന ദൈവമല്ല. ആമേൻ. മീനിനെ ചോദിച്ചാൽ പാമ്പിനെ തരുന്ന ദൈവമല്ല, അപ്പനല്ല. അതുകൊണ്ട് കർത്താവേ ഞാൻ ചോദിക്കുന്നു, പുതിയ ചില ആഗ്രഹങ്ങളെ, പുതിയ ചില പ്രാർത്ഥന വിഷയങ്ങളെ ഞാൻ ചോദിക്കുന്നു. എനിക്ക് വചനത്തെ സ്നേഹിക്കുവാൻ, എന്റെ ഹൃദയത്തിൽ പുതിയ സ്നേഹം കടന്നു വരുവാൻ, എനിക്ക് വിവേചന ബുദ്ധി ഉണ്ടാകുവാൻ, എനിക്ക് ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിച്ച് സന്തോഷിക്കുന്ന, അതിനെ ഘോഷിക്കുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന, സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്ത പുതിയൊരു ഹൃദയത്തെ, ഒരു പുതിയ ആത്മാവിനെ ഞാൻ ചോദിക്കുന്നപ്പാ.
ഒരു പുതിയ വ്യക്തിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ കർത്താവേ. വരം തന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കാൻ സഹായിക്കണമേ. എന്റെ ജീവിത സാഹചര്യങ്ങളെ നാളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ നിന്റെ പുണ്യകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. രോഗമാണെങ്കിലും, സാമ്പത്തികമാണെങ്കിലും, ജോലിപരമായ പ്രശ്നമാണെങ്കിലും, വിദ്യാഭ്യാസപരമായ പ്രശ്നമാണെങ്കിലും, കർത്താവ് സകലവിധമായ തകർച്ചയാണെങ്കിലും, എന്റെ കർത്താവ്, ദാറ്റ്സ് നത്തിങ് ടു യു ലോർഡ്. എന്റെ ദൈവത്തിന് ഒന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ വിശ്വാസം തരണമേ. ചിലർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുഞ്ഞെ, നീ പ്രാർത്ഥിച്ചത് എനിക്ക് ചിലപ്പോൾ വിശ്വാസം തരണം എന്നല്ലേ? നിന്നെ ഒരു വിശ്വാസ വീരനോ വിശ്വാസ വീരയോ ആക്കുവാൻ ദൈവം വിശ്വസ്തനാ. ആമേൻ. ഇപ്പോഴേ ആ വിശ്വാസം പരിണമിക്കട്ടെ യേശുവിനാമം. കർത്താവേ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു പുതിയ വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിച്ച ആ വ്യക്തിയെ ഇപ്പോൾ തന്നെ 2022 ജാനുവരി 1 അല്ല കർത്താവേ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വാസത്തിന്റെ വരം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. കർത്താവേ, വിശ്വസിക്കാനുള്ള വരങ്ങളെ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥിക്കാനുള്ള വരത്തെ തരണമേ. വചനം ധ്യാനിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് അഭിഷേകത്തോടെ അധികാരത്തോടെ പ്രസംഗിക്കുവാനുള്ള വചനത്തെ കർത്താവെ ഒരു വരത്തെ തരണമേ. അന്യഭാഷ ഒരു വരമാ, അത് തരണമേ. അതിന്റെ വ്യാഖ്യാനം ഒരു വരമാ, അത് തരണമേ. പ്രവചനം ഒരു വരമാ, അത് തരണമേ. കർത്താവെ സ്തോത്രം. അഭിഷേകം തരണമേ. രോഗശാന്തി തരണമേ. ഭൂതശാന്തി ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ വരങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പേരെഴുതുവാനല്ല കർത്താവെ. ആമേൻ. ഞങ്ങളുടെ തന്നെ ഒരു പോസ്റ്ററിൽ ഞങ്ങളുടെ തന്നെ ഫോട്ടോ അടിച്ചിറക്കി ഞങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യാനല്ല കർത്താവെ. ഞാനോ കുറയണം, നീയോ വളരണം. വീണ്ടും ഒന്നും കൂടെ കുറയേണ്ടതിന് നീ എനിക്ക് വരങ്ങളെ തരണമേ. ഞാനോ കുറയണം, നീയോ വളരണം. എൻ്റെ യേശു വളരണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് എന്നെനിക്ക് നല്ല ബോധ്യം ദൈവത്തിൽ നിന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. നമുക്ക് സാക്ഷ്യങ്ങളെയും പ്രാർത്ഥന വിഷയങ്ങളും ഇന്ന് ദൈവം സംസാരിച്ചെങ്കിൽ വിശേഷിച്ച് അത് പറയുവാൻ എനിക്കറിയാം. നാട്ടിൽ ഒത്തിരി രാത്രിയായി, ഞാൻ നിർബന്ധിക്കുന്നില്ല. യു ആർ ഫ്രീ ടു ഗോ. നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ള സകല സ്വാതന്ത്ര്യവും നമ്മുടെ മീറ്റിംഗിലുണ്ട്. പക്ഷേ എന്തെങ്കിലും ദൈവത്തിന് നാമമഹത്വത്തിന് വേണ്ടി പറയണമെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ ടൈം. ദ ഫ്ലോർ ഈസ് ഓൾ യോഴ്സ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.